ഇവിടെയാണെങ്കിൽ മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. എല്ലാം ശരി തന്നെ എന്ന ഭാവത്തിൽ രജിസ്റ്ററിട്ട് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ഏത് റൂമാ വേണ്ടത്? എസിയോ നോൺ എസിയോ? ഭക്ഷണം എന്താണ് വേണ്ടത്? വെജോ നോൺ വെജോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ അച്ഛൻ ഒരു കഴിവും കഴിപ്പിക്കൂടാ. എസിയും ടിവിയും ഒക്കെയുള്ള വലിയൊരു മുറി തന്നെ തരമാക്കിക്കോ. അച്ഛന് ആവശ്യമുള്ള ഭക്ഷണം എന്തും കൊടുക്കണേ. പൈസ ഞാൻ കൃത്യസമയത്ത് തന്നെ അയച്ചു തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ കാറിന്റെ അടുത്തേക്ക് നടന്നു. അച്ഛന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ തന്നെയാണ് പോയത്. പാവം മുത്തശ്ശൻ അപ്പോഴും പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അതുവഴിയൊരു ഫാദർ കടന്നുപോയി. ആ കെട്ടിടത്തിന്റെ ഓണർ. അദ്ദേഹം മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്ന മുത്തശ്ശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുറെ നേരം എന്തെല്ലാമൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെറുപ്പക്കാരൻ കണ്ടുകൊണ്ടിരുന്നു. കാറിൽ നിന്നും സാധനങ്ങളുമായി എത്തിയ ചെറുപ്പക്കാരൻ ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ അച്ഛനെ എങ്ങനെ അറിയാം? ഫാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതോ 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും ഒരു അനാഥബാലനെ നിന്റെ അച്ഛൻ ദത്തെടുത്തിരുന്നു. എന്നാലത് എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല. നീ വിഷമിക്കേണ്ട, സന്തോഷത്തോടെ പോയിക്കോളൂ. നിന്റെ അച്ഛനെ ഞങ്ങളിവിടെ നല്ലവണ്ണം നോക്കിക്കോളാം. ഇങ്ങനെ പറഞ്ഞോണ്ട് ഫാദർ നടന്നു നീങ്ങി. ചെറുപ്പക്കാരൻ ലജ്ജിച്ച് തലതാഴ്ത്തി. അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്ത് നിന്ന്, അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. കൂട്ടുകാരെ, നമ്മൾക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മെ വളർത്തി